കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സ്വവർഗ അനുരാഗിയായ യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തു. അന്തിമോപചാരം അർപ്പിക്കാൻ സ്വവർഗ പങ്കാളിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. പിന്നാലെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്ത് കണ്ണൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പങ്കാളിയും മൃതദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആദിത്യൻ, വല്ലാത്തൊരവസ്ഥയാണല്ലേ? ഇപ്പോൾ കോടതി അനുമതി ഉണ്ടായതിന് പിന്നാലെയാണല്ലോ പങ്കാളിയും ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നത്. വിവരങ്ങൾ. പക്ഷേ ഏറെ സങ്കീർണമായ ഒരു കേസ്, അല്ലെങ്കിൽ കേരളത്തിന്റെ നിയമ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കേസായിരുന്നു ഇത്തരത്തിലൊരു കേസ്. സ്വവർഗാനുരാഗിയായ ഒരു യുവാവ് തന്റെ താമസ സ്ഥലത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. അതേ തുടർന്ന് മൃതദേഹം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമോ ആശയക്കുഴപ്പമൊക്കെയാണ് ഇത് കോടതിയിലേക്ക് എത്തിച്ചത്. അതേ തുടർന്ന് ഈ ആശുപത്രിയിൽ കെട്ടിവെക്കേണ്ട ഒരു തുക 1.5 ലക്ഷത്തോളം രൂപ തുക കെട്ടിവെക്കേണ്ടി വരുന്നു. അത് ബന്ധുക്കളാണോ കെട്ടിവെക്കുന്നത്? ബന്ധുക്കൾക്ക് മാത്രമേ, അതായത് ഒരു മൃതദേഹത്തിന്റെ അനന്തരാവകാശി എന്ന് പറയുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ഒരു പങ്കാളിയെ ഒരിക്കലും പരിഗണിക്കാനാകില്ല, ബന്ധുക്കളെയാണ് പരിഗണിക്കാനാവുക എന്ന തരത്തിൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം. അങ്ങനെ കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ ഇത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി സ്വവർഗ പങ്കാളി കോടതിയിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ഈ കേസ് വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിധി അനുസരിച്ച്, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിധി ഈ ബന്ധുക്കൾക്ക് തന്നെ മൃതദേഹം വിട്ടു നൽകുന്നു. ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമ്പോഴും ഇതിലെ ആശുപത്രി ചെലവും മറ്റുമെല്ലാം സ്വവർഗ പങ്കാളിയാണ് വഹിച്ചത്. അതുകൊണ്ട് തന്നെ സ്വവർഗ പങ്കാളിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ കൂടി കോടതി അനുമതി നൽകുന്നു. അപ്പോഴും ഈ മൃതദേഹത്തെ അനുഗമിക്കാൻ തനിക്ക് അനുവാദം നൽകണം എന്ന രീതിയിൽ ഒരാവശ്യം കൂടി ഈ സ്വവർഗ പങ്കാളി കോടതിയിൽ ഉന്നയിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് ബന്ധുക്കളുടെ അനുവാദമുണ്ടെങ്കിൽ, കാരണം ഒരു മൃതദേഹത്തിന്റെ അനന്തര അവകാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സംസ്കരിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മൃതദേഹത്തെ അനുഗമിക്കാൻ സാധിക്കൂ എന്ന തരത്തിൽ കോടതി മറുപടി നൽകുന്നു. അങ്ങനെ ബന്ധുക്കളുടെ അനുവാദം നൽകിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പ്രതികരണവും ലഭിച്ചു കഴിഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞത് ഈ സ്വവർഗ പങ്കാളി കണ്ണൂരേക്ക്, അതായത് കോട്ടയം സ്വദേശിയാണ് ഈ കേസുമായി വാദിച്ച ആള്. അതേസമയം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ പയ്യാവൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ വരെ പോകാൻ അനുമതി ബന്ധുക്കളോട് തേടുകയും ബന്ധുക്കൾ അതിന് അനുവാദം നൽകുകയുമായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിന്റെ NOC, അതായത് ബന്ധുക്കൾക്ക് ഇതിൽ മറ്റ് വിരോധമൊന്നുമില്ല, അദ്ദേഹം വരുന്നതിന് ബന്ധുക്കളുടെ അനുഗമിക്കുന്നതിൽ ബന്ധുക്കൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നല്ലേ? ബന്ധുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ആളിന്റെ സഹോദരനുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. പിന്നെ രോഗിയായ അച്ഛനും അമ്മയും എത്തിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അത്തരത്തിലൊരു മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിത പങ്കാളിയെ ഇതിൽ ഈ ഒരു അവരുടെ ബന്ധത്തിലുള്ള തർക്കമോ അസ്വാരസ്യങ്ങളോ ഒന്നും ഈ മരണത്തെ ചുറ്റിപ്പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിത പങ്കാളി അല്ലെങ്കിൽ സ്വവർഗ പങ്കാളി അവരെ മൃതദേഹത്തെ അനുഗമിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന രീതിയിലാണ് അവരും പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വാഹനത്തിൽ, ആംബുലൻസിനുള്ളിൽ അദ്ദേഹം കയറിയിട്ടില്ല. പക്ഷേ ആംബുലൻസിനുള്ളിലേക്ക് കയറുന്നോ എന്ന് അവരുടെ ബന്ധുക്കൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ മറ്റൊരു വാഹനത്തിൽ ഈ സുഹൃത്തുക്കളോടൊപ്പം ഈ സ്വവർഗ പങ്കാളി തന്റെ പങ്കാളിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കണ്ണൂരേക്ക് യാത്രയായിട്ടുണ്ട്. അക്ഷയ, ഇപ്പോ ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ എണ്ണിയൊന്നുമല്ലേ, ഏകദേശം 11 പ്രാവശ്യമാണ് സ്വവർഗ അനുരാഗി, സ്വവർഗ പങ്കാളി എന്ന് ഈ റിപ്പോർട്ടറും തുടക്കത്തിൽ ആ ആങ്കറും പറഞ്ഞത്. രണ്ടുപേരും കൂടെ ചേർന്ന് 11 പ്രാവശ്യമാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മനു, ജിബിൻ, ഈ 2 വ്യക്തികൾ ആണ്, അതിൽ ഒരാൾ മനു ആണ് മരണപ്പെട്ടത്. എന്തുകൊണ്ട് ഇവരുടെ പേര് പറഞ്ഞുകൂടാ? ഗേ കപ്പിൾ എന്ന് പറയുമ്പോൾ അവര് ഗേ കപ്പിൾ തന്നെയാണ്, അതെല്ലാവർക്കും അറിയാം. വീണ്ടും 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 സ്വവർഗാനുരാഗി, സ്വവർഗ പങ്കാളി, സ്വവർഗ പങ്കാളി, സ്വവർഗാനുരാഗി എന്ന് അങ്ങനെ പറയേണ്ട കാര്യം എന്താ? പേര് പറയാനുള്ള തടസ്സമുണ്ടോ? നിയമ തടസ്സമുണ്ടോ? എനിക്കറിയില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെയും അതുപോലെ തന്നെ ഗേ കപ്പിൾ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ഇവരെയൊക്കെ ഇപ്പോഴാണ് സമൂഹം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ഇപ്പോഴും അവരെ പേരെടുത്ത് പറയാൻ മടിക്കുന്നതിന് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. മിനിഞ്ഞാന്ന് രാത്രിയാണ് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ആൻഡേഴ്സൻ്റെ ഒരു കോള് വന്നു. എനിക്ക് കോള് വന്നത് ഇതേ ആവശ്യം പറഞ്ഞിട്ടാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളൊരു മെമ്പർ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ തന്നെ ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം നടത്തി അടക്കം ചെയ്തു.
അപ്പോൾ അത് ആൻഡേഴ്സൺ അറിയാവുന്നത് കൊണ്ട് ആൻഡേഴ്സൺ എന്നെ വിളിച്ചിട്ട് ചോദിച്ച കാര്യം ഇതാണ്, അതുപോലെ ഈ ഒരു മനുവിന്റെ മൃതദേഹവും വിട്ടുകിട്ടുമോ? ഞാൻ പറയും വിട്ടുകിട്ടില്ല, പകരം കോർപ്പറേഷനിൽ വിട്ടുകൊടുക്കും. ബന്ധുക്കൾ ആരും ഇല്ലെങ്കിൽ കോർപ്പറേഷനിൽ വിട്ടുകൊടുത്തിട്ട് കോർപ്പറേഷനാണ് അത് അടക്കം ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ അനുഗമിക്കാം, അതിൻ്റെ ഒപ്പം നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മനുവിന്റെ ബന്ധുക്കളെ സമീപിച്ചുകൊണ്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾ ആ മൃതദേഹം വാങ്ങി തരികയെങ്കിലും ചെയ്താൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്യുക. അവരത് ചെയ്യുവാണെങ്കിൽ മൃതദേഹം വിട്ടുതരും, ഇല്ലെങ്കിൽ അനാഥ ശരീരം എന്ന ലെവലിൽ അവർ കോർപ്പറേഷന് വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇത് നിയമത്തിന്റെ വശമാണ്. ഇവർ കോടതിയെ സമീപിക്കുകയും അത് മുഖാന്തരം ബന്ധുക്കൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും ബന്ധുക്കൾ ഏറ്റെടുത്തു. കൂടെ ഉണ്ടായിരുന്ന ജെബിൻ മനുവിന്റെ മൃതദേഹത്തിനൊപ്പം പോവുകയും അത് അടക്കം ചെയ്യുകയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ പേര് പറയാൻ മടിക്കുന്നു? എന്തിനാണ് ഇവരെ ഇങ്ങനെ സ്വവർഗ അനുരാഗി, സ്വവർഗ പങ്കാളി എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരങ്ങനെയാണ്, അതെല്ലാവർക്കും അറിയാം. അതിന് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അറിയാനായിട്ട്. നിങ്ങൾ അവർക്ക് മുദ്ര ചാർത്തി കൊടുക്കുന്നില്ല, അത് അവർ തന്നെ സ്വയം ഏറ്റെടുത്തൊരു മുദ്രയാണ്. വെറുതെ എല്ലാ മാധ്യമങ്ങളെ മാപ്രകൾ എന്ന് വിളിക്കുന്നത്, മാധ്യമ പ്രവർത്തകരെ ചുരുക്കി വിളിക്കുന്ന പേരാണ് മാപ്രകളെങ്കിൽ പോലും അതിന് ആളുകൾ കളിയാക്കി വിളിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം രീതികളിലൂടെ അവർ അനുവർത്തിച്ചു വരികയാണ്. അതിന്റെ കാരണം ഞാൻ വീണ്ടും ചോദിക്കുന്നു, എനിക്കറിയില്ല നിയമ തടസ്സം എന്തെങ്കിലും ഉണ്ടോ ഇവരുടെ പേര് പറയാനായിട്ട്? സ്വവർഗ പങ്കാളി എന്നതിന് പകരം ജബിൻ എന്ന് പറയാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ലെങ്കിൽ മനു എന്ന് പറയാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതോ നിങ്ങൾക്കത് പറയാൻ നാണക്കേടായിട്ടാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിലെന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. കമന്റ് ചെയ്താലും മതി, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും മനുവിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഒപ്പം ജബിന് മനുവിന്റെ വേർപാട് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദയവ് ചെയ്ത് അംഗീകരിക്കുക, അധിക്ഷേപിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കുക.